പ്രാർത്ഥിക്കാം. ബാറക്കുമോ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നും എന്നേക്കും തന്നെ. ആമേൻ. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച പഠനത്തിനായി ഈ സമയം നിന്റെ സന്നിധിയിൽ വരുന്നു. പരിശുദ്ധ സഭയിലെ അംഗങ്ങളായിരിക്കുകയും നിന്റെ അനുരൂപങ്ങളായി നിന്നോട് ചേർന്ന് ജീവിപ്പാനും ഞങ്ങളെ ഒരുക്കിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പ്രത്യേകം ഞങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകുവാനും അത് ജീവിതത്തെ ഉത്തേജിപ്പിക്കുവാനും തക്കവണ്ണം ഇടയാക്കണമേ. ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. പഠനത്തിനായി ഒരുങ്ങുന്നവർക്ക് ബുദ്ധിയും ശക്തിയും വിവേകവും നൽകി കാത്തു പരിപാലിക്കണമേ. ഇത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാനും ഞങ്ങളുടെ അറിവുകളെ പ്രകാശിപ്പിക്കുവാനും അത് അനേകർക്ക് പ്രയോജനമായി തീരുവാനും തക്കവണ്ണം ഇടയാകണമേ. കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിച്ച് ഞങ്ങളെ പഠിപ്പിക്കുന്ന പ്രിയ അച്ഛനെയും തിരുസന്നിധിയിൽ തരുന്നു. കൂടുതൽ ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, നന്മകളാലും അനുഗ്രഹങ്ങളാലും നിറയ്ക്കണമേ. കൂടി വന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്ന് കൂടാൻ കഴിയാതെ പോയവരെ അനുഗ്രഹിക്കണമേ. ഈ പഠനത്തിൽ പങ്കാളികളാകുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരെയും അവിടുന്ന് കൂട്ടിവരുത്തണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എന്നാളും കരയേറ്റുവാനായിട്ട് തന്നെ. ആമേൻ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. നമ്മുടെ ഈ വർഷത്തെ പഠന പരമ്പരയിലെ ആദ്യ ക്ലാസ് ഇന്ന് ആരംഭിക്കുകയാണ്. വളരെ ആലോചിച്ച് തെരഞ്ഞെടുത്ത ഒരു വിഷയമാണ് ഇത്. കാരണം ഇന്ന് സഭയിൽ അന്യമായി പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് കൺഫെഷൻ, കുമ്പസാരം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് പലവിധമായ ചിന്തകൾ നമുക്കുണ്ട്, പല അഭിപ്രായങ്ങളുണ്ട്, പല തരത്തിലുണ്ട്. അതിനെക്കുറിച്ചൊന്നും ഞാൻ പരാമർശിക്കുന്നില്ല. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഈ കുമ്പസാരത്തിനപ്പുറത്ത് ഇന്ന് പല ആളുകൾക്കും അതൊരു സാധാരണ കാര്യമായി, അതിനെ മോശമായ ഒരു കാര്യമായി പോലും ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് കുമ്പസാരം? അതിൻ്റെ ആത്മീകമായ വശം എന്താണ്? അതുകൊണ്ടാണ് കൺഫെഷൻ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ്, ആത്മീക സൗഖ്യം എന്നുള്ള വാക്ക് ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണം അതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തപ്പോൾ ഒരുപാട് വിഷയങ്ങൾ എൻ്റെ മനസ്സിൽ വന്നപ്പോൾ ഈ ഒരു വിഷയം ഇന്നത്തെ സാഹചര്യത്തിൽ കൂടുതൽ ചിന്തിക്കുകയും പഠിക്കുകയും അത് ജനങ്ങളുടെ ജീവിതത്തിൽ അത് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ വിഷയം തന്നെ തിരഞ്ഞെടുക്കാൻ കാരണം. അതുകൊണ്ട് അതിനെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിപ്പിക്കുവാൻ കഴിവുള്ള പ്രിയപ്പെട്ട ബിജു അച്ഛനെ തന്നെ, മാത്യു കോശി അച്ഛനെ തന്നെ ആ വിഷയം ഭരമേൽപ്പിച്ചതിൻ്റെയും കാരണം അതാണ്. പ്രിയപ്പെട്ട അച്ഛൻ ആ ഒരു രീതിയിൽ പ്രവർത്തിക്കുന്ന കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു പുരോഹിതൻ എന്നുള്ള നിലയിൽ കൗൺസിലിംഗ്, കുമ്പസാരം, അതിൻ്റെ ആത്മീകമായ വശങ്ങളെ സംബന്ധിച്ചുമൊക്കെ പഠിപ്പിക്കാൻ കഴിവുള്ള ഒരാളെന്നുള്ള നിലയിലാണ് പ്രിയപ്പെട്ട അച്ഛൻ്റെ തിരക്കിനിടയിലും ഈ വിഷയം പഠിപ്പിക്കാനായി ഏൽപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ മുഖവരെയൊന്നും കൂടുതൽ പറയുന്നില്ല. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വൈദിക സംഘത്തിന്റെ സെക്രട്ടറിയായി പ്രിയപ്പെട്ട അച്ഛൻ ഈ ഭദ്രാസനത്തിൽ സേവനം അനുഷ്ഠിക്കുന്നു. അറ്റ്ലാന്റ ഇടവകയുടെ വികാരിയായി പ്രിയപ്പെട്ട അച്ഛൻ സേവനം അനുഷ്ഠിക്കുന്നു. വിവിധ മേഖലകളിൽ, സഭയിലെ വിവിധ മേഖലകളിൽ നമുക്കറിയാവുന്നതുപോലെ നല്ല ഒരു കവി കൂടിയാണ് അച്ഛന്. പല കാര്യങ്ങൾ അച്ഛനെ സംബന്ധിച്ച് നിങ്ങൾക്ക് അറിയാം. ഞാൻ പറഞ്ഞതിൽ അപ്പുറമായി നിങ്ങൾ അറിയാം. അതുകൊണ്ട് അച്ഛൻ്റെ കഴിവുകളെ വിനിയോഗിക്കത്തക്ക രീതിയിൽ, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ എല്ലാ ആളുകളും യഥാസമയം വന്ന് അത് പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു സമയമായി ഇതിനെ കാണണം എന്ന് പ്രത്യേകമായി നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, ഞാൻ അപേക്ഷിക്കുകയാണ്. മാർത്തോമറിയം സമാജത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ക്ലാസ്സിൽ നമുക്കെല്ലാവർക്കും അത് പ്രയോജനമായി തീരണം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനും കഴിയണം. അതിന് അമ്മമാരെ പഠിപ്പിക്കുന്നത്. ഇത് പഠിച്ചിട്ട് പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കുക എന്നുള്ളത് മാത്രമല്ല, അതല്ല അതിൻ്റെ അകത്തെ ഉദ്ദേശം. അതല്ല എൻ്റെ പ്രൈമറി ഉദ്ദേശം, അതല്ല. മറിച്ച് നിങ്ങൾ പഠിക്കുകയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യണം. അതിനുവേണ്ടിയായി പഠിപ്പിക്കുന്നതും ഒക്കെ.
അതുകൊണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ, ബൈബിൾ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ, പഠിക്കുക എന്ന് പറയുന്നത് പരീക്ഷ എക്സാം ഓറിയന്റഡ് അല്ല. അതിനുവേണ്ടി മാത്രം നിങ്ങൾ പഠിക്കരുത്. അത് ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റുവാനും അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനും, അത് അടിവരയിട്ട് ഒന്നുകൂടി പറയാം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പകർന്നു കൊടുക്കാനും അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമായി ഇതിനെ കാണണം എന്ന് പ്രത്യേകമായി നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട അച്ഛനെ സ്നേഹപൂർവ്വം ക്ലാസ്സിനായി സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. അച്ഛൻ മ്യൂട്ടാന്തോ? അച്ഛൻ മ്യൂട്ടാ. ഓക്കെ, കേൾക്കാമല്ലേ? കേൾക്കാം കേൾക്കാം അച്ഛൻ. എല്ലാവരോടും ബഹുമാനപ്പെട്ട അച്ഛനോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. ഇങ്ങനൊരു പ്രോഗ്രാമിന് വേണ്ടി എന്നെ വിളിച്ചതിനും ഒരവസരം തന്നതിനും പ്രത്യേകം സന്തോഷം. ഷിനി ഇതിനകത്ത് ഉണ്ടല്ലോ. ഷിനി ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽ നമുക്കൊന്ന് കാണിക്കാമെങ്കിൽ. ഇന്ന് നമ്മൾ തുടങ്ങുന്ന ദിവസമായതും 2 ദിവസമേ ഉള്ളൂ, പക്ഷെ ഒരു ഇൻട്രഡക്ഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തായിരുന്നു. അത് ഷിനി അതിനകത്ത് കാണിക്കാമെന്ന്, ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷിനി ഉണ്ടാവും ഇതിനകത്ത്? ഇനി ഇംഗ്ലീഷ് ക്ലാസ്സിലാണോ ഇവിടെയാണോ എന്നറിയത്തില്ല. അച്ഛൻ അത് കൊടുത്തത് ഞാൻ ഷിനിക്ക് അയച്ചു കൊടുത്തായിരുന്നു. ഷെയർ ചെയ്യാമെന്ന് എന്നോട് പറഞ്ഞത്. ആണോ? ഓക്കെ അച്ഛൻ, ഞാൻ ഷിനിയോടൊന്ന് കോണ്ടാക്ട് ചെയ്താൽ നല്ലതായിരിക്കും. ഞാനൊന്ന് കോണ്ടാക്ട് ചെയ്യാം. നമ്മൾ സമയം കളയണ്ട. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് കൺഫെഷൻ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് എന്നുള്ളതാണ്. അപ്പം ഞാനിതൊരു പുതിയ സബ്ജക്റ്റ് ഒന്നും അല്ല, നിങ്ങൾക്ക് അറിയാമല്ലോ, പുതിയ സബ്ജക്റ്റ് അല്ല. നമ്മൾ അനേക പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ നമ്മൾ കേൾക്കുന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം. അപ്പോൾ പുതുതായിട്ട് എന്തെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മൾ അറിഞ്ഞ അറിവുകളൊക്കെ തന്നെ ഒന്ന് അയവിറക്കാനായിട്ടുള്ള ഒരു അവസരം എന്നുള്ളതേ ഉള്ളൂ. അല്ല പുതുതായിട്ട് ഒരു പുതിയ സയൻസ് ഒന്നും ഇതിനു വേണ്ടി പഠിപ്പിക്കാനായിട്ടല്ല. നമ്മൾ അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും നമുക്കൊന്ന് നമ്മുടെ ഓർമ്മയിൽ നിന്ന് ഒന്ന് ചകഞ്ഞെടുത്ത് അതിലേക്ക് നമുക്ക് മനസ്സ് വെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പ്രത്യേകിച്ച് നമ്മൾ നൊയമ്പിൻ്റെ കാലത്ത് ഈ കൺഫെഷനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു ഇത് പരീക്ഷ എഴുതുക എന്നുള്ളതിലുപരി ഞാൻ അതിൻ്റെ ഒരു മെറ്റീരിയൽ, അതിൻ്റെ ഒരു സംക്ഷിപ്തമായിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാം. നിങ്ങൾക്കൊന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് ഓർമ്മിക്കത്തക്കവണ്ണം. അപ്പോൾ അത് നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യണമെങ്കിൽ തന്നെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഒരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട കൂദാശകളിൽ എല്ലാ കൂദാശകളും പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ടതാണ് സാക്രമെന്റ് ഓഫ് കൺഫെഷൻ, ഇല്ലേ? സാക്രമെന്റ് ഓഫ് കൺഫെഷൻ എന്ന് പറയുന്നത് ഒരു വ്യതിരിക്തമായ, മറ്റുള്ളതിൽ നിന്ന് വ്യതിരിക്തമായിട്ടുള്ള ഒരു കൂദാശയാണ്. നമ്മൾ പലപ്പോഴും ഈ കുർബാന അനുഭവിക്കാനായിട്ടുള്ള ഒരു മാർഗമായിട്ടാണ് കുമ്പസാരത്തെ നമ്മൾ കാണുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെ പഠിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ അച്ഛന്മാർ പറഞ്ഞിട്ടുള്ളതും പഠിപ്പിച്ചിട്ടുള്ളതും നമ്മൾ കുമ്പസാരിച്ച് വേണം കുർബാന കൊള്ളാൻ. അപ്പം നമ്മൾ കുർബാന കൊള്ളാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിലാണ് പലപ്പോഴും നമ്മൾ കുമ്പസാരത്തെ കാണാറുള്ളത്. പക്ഷേ അതുണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞു. പക്ഷേ കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളെ വേദപുസ്തകത്തിൽ പൗലോസ്ലീഹ പറയുന്ന തന്നെത്താൻ പരിശോധിച്ചിട്ട് വേണം ഈ ശരീരം ഭക്ഷിക്കുകയും രക്തം കുടിക്കുകയും ചെയ്യുവാനെന്ന് പൗലോസ്ലീഹ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുമ്പസാരം വിശുദ്ധ കുർബാന അനുഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഭയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഒരു ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ, മറ്റ് ഓർത്തഡോക്സ് സഭകളിലൊക്കെ തന്നെ കുർബാന കൊള്ളാനായിട്ടുള്ള ഒരു മാർഗമായിട്ട് മാത്രമല്ല വിശുദ്ധ കുമ്പസാരത്തെ കാണുന്നത്. കുമ്പസാരം എന്ന് പറയുന്നത് ഏത് സമയത്തും, അത് കുർബാന ഇല്ലെങ്കിൽ പോലും അല്ലെ കുർബാന കൊള്ളുന്നില്ലെങ്കിൽ പോലും ഏത് സമയത്തും ആർക്കും അവരുടെ കൺഫസറെ സമീപിക്കുവാനും കൺഫെഷൻ ചെയ്യുവാനുമുള്ള ഒരു കൂദാശയായിട്ടാണ് എല്ലാ ഓർത്തഡോക്സ് സഭകളിലും അതിനെ കണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു സാഹചര്യത്തിൽ അതിൻ്റെ ഒരു ചെറിയ ചരിത്രമൊക്കെ ഒരു ഹിസ്റ്ററിയൊക്കെ ഞാൻ പറയുന്നുണ്ട്. എങ്ങനെയാണ് അത് സഭയിലെ രൂപപ്പെട്ടതെന്നൊക്കെ നമുക്ക് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുമ്പസാരത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ഒരു സൗഖ്യം ഇല്ല, സ്പിരിച്വൽ ഹീലിംഗ്, കൺഫെഷൻ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ് എന്ന് നമ്മൾ പറയുമ്പോൾ ഈ ഒരാശയം അവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. നിങ്ങളുടെ
മെയിലിലേക്ക് എനിക്ക് ഷിനി വല്ലതും അയച്ചിട്ടുണ്ടോ? ഇതിൻ്റെ ഒരുപക്ഷെ നിങ്ങൾ ഇതിനകത്ത് ഇവിടെ ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്, പക്ഷെ എനിക്കറിയത്തില്ല അത് ഇനി അത് ഇവിടെ അയച്ചെന്ന് ഷെയർ അറിയത്തില്ല. ചെയ്തിട്ടുണ്ടായിരുന്നു അച്ഛാ. ഉണ്ടോ? അല്ല, ഇതിനകത്തല്ലല്ലേ? ഇതിനകത്തല്ല ഷെയർ ചെയ്തത്? ഇതിന്റെ അകത്ത് ഷെയർ ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? ഒരു മിനിറ്റ്. പിന്നീട് ഞാൻ പറഞ്ഞത് എനിക്കൂടെ വായിക്കണം, കാരണം ഞാനിത് വേറെ എങ്ങും അച്ഛാ, ഷിനി ഇപ്പൊ കയറിയിട്ട് ഡോക്യുമെന്റ് അത് പിന്നെ ഷെയർ ചെയ്യും. ഷെയർ ചെയ്യും. ഞാൻ പറഞ്ഞു. അപ്പോ കുമ്പസാരം എന്ന് പറയുന്നത് മറ്റെല്ലാ കൂദാശകൾ പോലെ തന്നെ കുർബാന കൂദാശയാണ്, നമുക്ക് വട്ടത്തും ഒരു കൂദാശയാണ്, ഹീലിംഗ് ഓഫ് അല്ലെങ്കിൽ അനോയിൻമെന്റ് ഓഫ് ദ സിക്ക് എന്ന് പറയുന്ന ഒരു കൂദാശയാണ്, മാമോദീസ ഒരു കൂദാശയാണ്, ശുദ്ധ മൂറോൻ ഒരു കൂദാശയാണ് എന്ന് പറയുന്നത് പോലെ ഒരു മറ്റുള്ള കൂദാശകളിൽ നിന്ന് വ്യതിരക്തമായിട്ടുള്ള ഒരു കൂദാശ തന്നെയാണ് കുമ്പസാരം. ആ കുമ്പസാരം ഏത് സമയത്തും ആർക്കും തങ്ങളുടെ കുമ്പസാര പിതാവിൻ്റെ അടുക്കൽ ചെന്ന്, കൺഫസറുടെ അടുക്കൽ ചെന്ന് നടത്താൻ കഴിയുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് നമ്മൾ. പക്ഷെ നമ്മൾ അത് വേറൊരു രീതിയിലാക്കി തീർത്തു, അല്ലെങ്കിൽ അങ്ങനെയാണെന്ന് നടന്നു വരുന്നതെന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. പക്ഷെ അത് അങ്ങനെ ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ, നല്ലതായി. നമുക്ക് ഏതായാലും കുമ്പസാരം നമ്മുടെ ജീവിതത്തിന് ആവശ്യമാണ് എന്നുള്ള ചിന്തയാണ് നമുക്ക് പ്രധാനമായിട്ടും മനസ്സിലാക്കാനായിട്ടുള്ളത്. അപ്പം ഇവിടെ ഇത് രണ്ടും കൂടെ ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത്, അതായത് സ്പിരിച്വൽ ഹീലിംഗ് ആൻഡ് കൺഫെഷൻ. അപ്പോൾ സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഓർത്തഡോക്സ് വേ ഓഫ് ലൈഫിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്? ദ ക്യൂർ ഓഫ് ദ സോൾ ഈസ് ദ എൻഡ് ഓഫ് ദ ഓർത്തഡോക്സ് വേ and it can be attained through the orthodox therapeutic method. തെറാപ്യൂട്ടിക് എന്ന് പറയുന്നത് സൗഖ്യദാനപരമായ എന്നാണ് അതിൻ്റെ മലയാളത്തിലുള്ള അർത്ഥം. തെറാപ്യൂട്ടിക് എന്ന് പറയുന്നത് സൗഖ്യദാനപരമായ എന്നാണ് അതിൻ്റെ അർത്ഥം. തെറാപ്പി ചെയ്യുക. നമുക്ക് തെറാപ്പി വളരെ പരിചയമുള്ള ആളുകളാണ്. നമുക്ക് തെറാപ്പി, ഫിസിക്കൽ തെറാപ്പി ഉണ്ട്, സൈക്കോ തെറാപ്പി ഉണ്ട്, സ്പിരിച്വൽ തെറാപ്പി ഉണ്ട്. അങ്ങനെ പല തെറാപ്പികളുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ എന്ന് പറയുന്ന പോലെ സഭയുടെ കൂദാശകളിൽ ഒരു തെറാപ്യൂട്ടിക് മെത്തേഡാണ്, ഒരു ഹീലിങ്ങിന് വേണ്ടിയുള്ള, സൗഖ്യത്തിന് വേണ്ടിയുള്ള ഒരു മെത്തേഡാണ് വിശുദ്ധ കുമ്പസാരം. ഇപ്പം അതാണ് ദ ക്യൂർ ഓഫ് ദ സോൾ ഈസ് ദ എൻഡ് ഓഫ് ഓർത്തഡോക്സ് വേ ആൻഡ് ഇറ്റ് ക്യാൻ ബി അറ്റൈൻഡ് ത്രൂ ദ ഓർത്തഡോക്സ് തെറാപ്യൂട്ടിക് മെത്തേഡ്. Among the Orthodox churches, the sacrament of confession and communion are joined together for reasons of piety and for the perfect healing. അപ്പം വിശുദ്ധ കുർബാന അനുഭവം, കുമ്പസാരവും വിശുദ്ധ കുർബാന അനുഭവവും നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു പെർഫെക്റ്റ് ഹീലിങ്ങിലേക്കാണ്, ഇല്ലേ? ഒരു ശുദ്ധീകരണം, ഒരു സൗഖ്യത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. സ്പിരിച്വൽ ഹീലിംഗ് എന്ന് പറയുന്നത് ആ സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് വിശുദ്ധ കുമ്പസാരവും കുർബാന അനുഭവവും. അപ്പോൾ ഈ വിശുദ്ധ കുമ്പസാരത്തിൻ്റെ അല്ലെങ്കിൽ സൗഖ്യദാനപരമായ സഭയുടെ കൂദാശ എന്ന് വേണമെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കുക. സൗഖ്യദാനപരമായ സഭയുടെ കൂദാശയാണ് വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. എല്ലാ കൂദാശകളിലും ഈ സൗഖ്യദാനമുണ്ട്. കുമ്പസാരത്തിൽ മാത്രമല്ല, വിശുദ്ധ കുർബാനയിലുണ്ട്, നമ്മുടെ മാമോദിസായിലുണ്ട്, വിശുദ്ധ മോറോനിലുണ്ട്, നമ്മുടെ അനോയിൻമെന്റ് ഓഫ് ദ സിക്കിലുണ്ട്. എല്ലാ കൂദാശകളുടെയും ആത്യന്തികമായ ലക്ഷ്യം ഈ സൗഖ്യമാണ്. അപ്പം നമ്മുടെ പിതാക്കന്മാർ, അപ്പം അതിനകത്തൊരു കോട്ടുണ്ട്, അത് ഇതിനകത്ത് കാണിച്ചെങ്കിൽ മാത്രമേ അത് അറിയത്തുള്ളൂ. അപ്പം അതിനകത്ത് നമ്മൾ കാണുന്നത്, നിങ്ങൾ കേട്ടിട്ടുണ്ട്, സഭയെന്ന് പറയുന്നത് ചർച്ച് ഈസ് നോട്ട് എ ഗ്രിഗറി ഓഫ് നിസ സെൻറ്റ് ബേസിലാണെന്ന് തോന്നുന്നു. ചർച്ച് ഈസ് നോട്ട് എ കോർട്ട് റൂം. ഞാനതൊന്നുകൂടെ ആ ഒരു കോട്ട് ഞാനിപ്പോൾ വായിക്കാം. അതെ, സെൻറ്റ് ജോൺ ക്രിസോസ്റ്റമാണ് പറയുന്നത്. അതിനകത്ത് നിങ്ങൾക്ക് അതിൻ്റെ മെറ്റീരിയൽ ഞാൻ അയച്ചിട്ടുണ്ട്. ദ ചർച്ച് ഈസ് നോട്ട് എ കോർട്ട് റൂം ബട്ട് എ ഹോസ്പിറ്റൽ. ഡു നോട്ട് ബി അഷെയിംഡ് ടു എൻ്റർ. ഷോ യുവർ വൂണ്ട് ടു ദ ഫിസിഷ്യൻ. സഭയെന്ന് പറയുന്നത് ഒരു കോർട്ട് റൂം അല്ല, ഇറ്റ്സ് എ ഹോസ്പിറ്റൽ. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെ ആവശ്യം
ആവശ്യകത നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമുക്ക് സൗഖ്യത്തിന് വേണ്ടിയാണ്. അപ്പോൾ സഭയെന്ന് പറഞ്ഞാൽ ഒരു ഇടവക അല്ലെങ്കിൽ ഒരു പള്ളി. നമ്മൾ പള്ളിയിൽ പോകുന്നത്, സഭയുമായി ബന്ധപ്പെട്ട കൂദാശകളിൽ നമ്മളെ സംബന്ധിക്കുന്നത് അതൊരു കോർട്ട് റൂം ആയതുകൊണ്ടല്ല, അതൊരു ഹോസ്പിറ്റൽ ആയതുകൊണ്ടാണ് നമ്മൾ പോകുന്നത്. കാരണം വി ആർ സിക്ക്, ഇല്ലേ? നാം രോഗികളാണ്. അപ്പം ആ രോഗത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും വരുന്നുണ്ട്. അപ്പം ഈ രോഗാവസ്ഥയിൽ നിന്ന് നമുക്ക് സൗഖ്യം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗമാണ് സഭയുടെ എല്ലാ കൂദാശകളും. അതിനകത്ത് പ്രധാനപ്പെട്ട തെറാപ്പികളിൽ ഒന്നാണ് നമ്മുടെ സാക്രമെന്റ് ഓഫ് ഹോളി കൺഫെഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെന്റ് ജോൺ ക്രിസോസ്റ്റം പറഞ്ഞതിനെ കുറിച്ച് ഞാൻ കണ്ടു. ഓക്കെ, കാണുന്നില്ലല്ലോ. കാണാമോ അച്ഛാ? ഇല്ലല്ലോ. ഇല്ല, ആർക്കും കാണാമോ? ഇല്ല, ഡോക്യുമെന്റ് വന്നിട്ടില്ല. ഇത് ഞാൻ ഫോണിൽ നിന്ന് കണക്ട് ചെയ്യാൻ നോക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് സമയം പോകുന്നുണ്ട്. സെന്റ് ജോൺ ക്രിസോസ്റ്റം പറഞ്ഞതിന്റെ വാക്കാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? കോർട്ട് റൂം അല്ല, സഭയെന്ന് പറയുന്ന ഹോസ്പിറ്റലാണ്. പിന്നെ സെന്റ് ബേസിൽ, വിശുദ്ധനായ ബസേലിയോസ് പറയുന്നത്, ജസ്റ്റ് ആസ് ബോഡ്ലി ഡിസീസസ് റിക്വയർ ട്രീറ്റ്മെന്റ് അപ്രോപ്രിയേറ്റ് ടു ഈച്ച് ഇൽനെസ്. വേറെ ഏതോ ശബ്ദം കയറി വരുന്നുണ്ട്. അച്ഛൻ പറയുന്നത് കേൾക്കുന്നില്ല. വേറെ ഏതോ സൗണ്ട് കയറി വരുന്നുണ്ട്. ഷീനയുടെ ആണോ വേറെ സൗണ്ട് കയറി വരുന്നുണ്ട്? സെന്റ് ബേസിൽ പറയുന്നത്, just as bodily diseases require treatment appropriate to each illness, so too spiritual illness require specific remedies like penances, prayers and fasting. ഞാനോട് പറയാം, just as bodily diseases require treatment appropriate to each illness, so too spiritual illness require specific remedies like penances, which means the holy confession, prayers and fasting. കൺഫെഷനിൽ നിന്നുണ്ടാകുന്നതാണ് പെനൻസ് എന്ന് പറയുന്നത്. ഇത് രണ്ട് പിതാക്കന്മാര്, സെന്റ് ജോൺ ക്രിസോസ്റ്റവും അതുപോലെ തന്നെ നമ്മളിപ്പോൾ കണ്ട സെന്റ് ബേസിൽ, പരിശുദ്ധനായ ബസേലിയോസും, ഇവർ രണ്ടുപേരും വിശുദ്ധ കുമ്പസാരത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായ ചിന്തയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് യഥാർത്ഥമായ സൗഖ്യദാനമാണ് വിശുദ്ധ കുമ്പസാരത്തിലൂടെ മറ്റു കൂദാശകളിൽ എന്ന പോലെ അല്ലെ അതിനേക്കാൾ ഉപരിയായി നമുക്ക് ലഭിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. നിങ്ങളോട് ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഞാൻ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽ ഒന്നും എനിക്ക് കാണാൻ പറ്റുന്നില്ല. അത് കാണാതാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് വേദപുസ്തകം പറയുന്നത്? പുതിയ നിയമം, വിശുദ്ധ കുമ്പസാരത്തിന്റെ അടിസ്ഥാനം എന്താ? നിങ്ങളത് പറയാമോ? എവിടാണ് കുമ്പസാരത്തിന്റെ അടിസ്ഥാനം? യാക്കോബ് ശ്ലീഹായുടെ പുസ്തകത്തിൽ, ലേഖനത്തില്, വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? എന്താണെന്ന് പറയുന്നത്? വായിക്കാം. നിങ്ങളിൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ പാട്ടുപാടട്ടെ. നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിലെ മൂപ്പന്മാരെ വരുത്തട്ടെ. അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. എന്നാൽ നിങ്ങൾക്ക് രോഗശാന്തി വരേണ്ടതിന് തമ്മിൽ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പിൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന വളരെ ഫലിക്കുന്നു. ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. മഴ പെയ്യാതിരിക്കേണ്ടതിന് അവൻ പ്രാർത്ഥനയിൽ അപേക്ഷിച്ചു.
3 സംവത്സരവും 6 മാസവും ദേശത്ത് മഴ പെയ്തില്ല. അവൻ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ ആകാശത്ത് നിന്ന് മഴ പെയ്തു, ഭൂമിയിൽ ധാന്യം വിളഞ്ഞു. ഓക്കെ. ഇത്ര മതിയോ അച്ഛാ? അപ്പൊ അവിടെ ഇത് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ. ഒന്ന്, നമ്മൾ ആദ്യം ഇവിടെ വായിച്ച വേദഭാഗം നമ്മൾ പിന്നെ അനോയിൻമെന്റ് ഓഫ് ദ സിക്ക്, അതായത് തൈലാഭിഷേക ശുശ്രൂഷയിൽ നമ്മൾ വായിക്കുന്നതാണ്. നിങ്ങളിൽ രോഗിയായിരിക്കുന്നവൻ കശീശന്മാർ എന്ന് പറഞ്ഞാൽ മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ തൈലം പൂശി പ്രാർത്ഥിക്കട്ടെ, രോഗം വന്നിട്ടുണ്ടെങ്കിൽ സൗഖ്യം ഉണ്ടാകും. പിന്നെ രണ്ടാമതാണ് പറയുന്നത് അന്യോന്യം പാപങ്ങളെ ഏറ്റുപറയുക എന്ന് പറയുന്നു. അപ്പൊ ഇത് രണ്ട് കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമ്മൾ കുമ്പസാരി, നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മൾ ഒരാളിന് സ്ക്രീൻ കാണാമോ? ഷെയർ ചെയ്തിട്ടുണ്ട്. സ്ക്രീൻ കാണാമോ? ഷെയർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കാണാം. ഓക്കെ. പിന്നെയും പോയി കാണാനൊക്കത്തില്ല. കാണുന്നില്ല, വന്നിട്ടുണ്ടല്ലോ. കാണാൻ പറ്റുന്നുണ്ടോ അച്ഛാ? ഒരു മിനിറ്റ്. എനിക്കത് കാണാമോ സ്ക്രീന്? കാണാമായിരുന്നു, ഇപ്പൊ അത് മാറിയല്ലോ. കാണാൻ നോക്കുന്നില്ല. ശരി, ഇപ്പൊ കാണാം. അച്ഛനെ കാണാമോ? മത്തിക്കോശി അച്ഛനെ കാണാമോ? ഓക്കെ, ഇപ്പൊ കാണാം. ഓക്കെ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഓക്കെ. കൺഫെഷൻ ആൻഡ് സ്പിരിച്വൽ ഹീലിംഗ്, ദ ക്യൂർ ഓഫ് ദ സോൾ ഈസ് ദ എൻഡ് ഓഫ് ഓർത്തഡോക്സ് വേ and it can be attained through the orthodox therapeutic method among the orthodox churches. നമ്മൾ വായിച്ചതാണ്. Confession is a necessary therapeutic component in the life of the church. The form of the sacrament of confession in the Eastern Orthodox churches has its roots apostolic period, but it has shaped by holy fathers and oral tradition. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ പറയുന്നത്. കൺഫെഷന്റെ റൂട്ട് എന്ന് പറയുന്നത് സ്ക്രിപ്ചറിലാണ്. അപ്പം നമ്മൾ വായിച്ചു കേട്ടോ, യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ വായിച്ചു. അതായത് നിങ്ങൾ രോഗിയായിരിക്കുന്നു, മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ തൈലം പൂശി പ്രാർത്ഥിച്ചു. അത് തൈലാഭിഷേകത്തിന് വേണ്ടിയുള്ളതാണ്. അത് കഴിഞ്ഞ് വായിച്ച ഭാഗം അന്യോന്യം പാപങ്ങൾ ഏറ്റുപറയണം, പരസ്പരം പ്രാർത്ഥിക്കണം, പാപപരിഹാരം ഉണ്ടാകും. അപ്പോൾ അത് കൺഫെഷനെ കുറിച്ചാണ്. അന്യോന്യം എന്ന് പറയുന്ന അതിൻ്റെ ഒരു ആശയത്തിലേക്ക് നമ്മൾ പിന്നെ വരുന്നുണ്ട്. ഇവിടെ ഇത് ഒരു വേദഭാഗമാണ്. പക്ഷേ ഗോസ്പലിൽ കർത്താവിൻ്റെ വാക്കുകളിൽ, ഇപ്പം യാക്കോബ് ശ്രീയുടെ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്, നമുക്കൊക്കെ അറിയാവുന്ന വേദഭാഗം എന്ന് പറയുന്നത്, നമ്മൾ ഉപയോഗിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 18-ാം വാക്യമാണ്. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മനസ്സിലായോ? നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിലും അഴിഞ്ഞിരിക്കുമെന്ന് ഞാൻ സത്യമാണ് നിങ്ങളോട് പറയുന്നു. അപ്പൊ ഇവിടെ കെട്ടുവാനും അഴിക്കുവാനുമുള്ള അധികാരം അത് അവിടെ മാത്രമല്ല, വേറെ ഭാഗങ്ങളിലും വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പറയുന്നുണ്ട്. കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് നൽകി. പാപങ്ങൾ പരിഹരിക്കുവാനുള്ള അധികാരം കൊടുത്തു, അല്ലേ? അപ്പൊ അത് ആ ഒരു അവകാശം, ആ ഒരു അധികാരം എന്ന് പറയുന്ന ഒരു നോട്ട് എ ടെമ്പറൽ അതോറിറ്റി. നമ്മൾ ലോകത്തിന്റെ ഒരു അധികാരത്തിലല്ല പറയുന്നത്, ഒരു സ്പിരിച്വൽ അതോറിറ്റിയിലാണ് പറയുന്നത്. നിങ്ങൾ ഭൂമിയിൽ നോക്കി കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ അഴിക്കുന്നതല്ല അഴിയപ്പെട്ടിരിക്കും. ആ ഒരു വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കൺഫെഷൻ എന്നുള്ള ഒരു സാക്രമെന്റ് പരിശുദ്ധ സഭയിൽ രൂപപ്പെട്ടതും അത് വളർന്നു വന്നതും ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അതിന്റെ റൂട്ട് അതാണ്. പക്ഷേ കാലാകാലങ്ങളിൽ അതിനകത്ത് സ്പിരിച്വൽ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റ് വന്നു. ആ സ്പിരിച്വൽ ഡയറക്ഷൻ എന്നുള്ള ആസ്പെക്റ്റിൽ നിന്നാണ് നമുക്ക് കൺഫെഷൻ എന്ന് പറയുന്ന ഒരു പ്രാക്ടീസിലേക്ക് സഭ വളർന്നു വന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം ഇവിടെ അതവിടെ അത്രയും നിർത്തട്ടെ. അപ്പം ഇവിടെ നമ്മൾ വായിക്കുന്നത്, ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺഫെഷൻ കംസ് ഫ്രം ദ സെൻട്രാലിറ്റി ഓഫ് ദ തീംസ് ഓഫ് സിൻ ആൻഡ് റിപ്പൻഡൻസ് ഇൻ ദ ഹോളി ബൈബിൾ. ഇപ്പം പാപവും അനുതാപവും എന്നുള്ള രണ്ട് ആശയങ്ങൾ ഇല്ലേ? പാപം ചെയ്യുന്നു, പാപത്തിൽ നിന്ന് അനുതാപം ഉണ്ടാകുന്നു. ആ പാപവും അനുതാപവും എന്നുള്ള രണ്ട് ആശയങ്ങളാണ്, വേദപുസ്തകത്തിലെ രണ്ട് ആശയങ്ങളാണ് കൺഫെഷന്റെ ഒരു അടിസ്ഥാനം, ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നതാണ്, ഇല്ലേ?
അതുള്ളതുകൊണ്ടാണ്, പാപം നമ്മൾ ചെയ്യുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പാപികളായതുകൊണ്ടാണ് നമുക്ക് പാപപരിഹാരം വേണ്ടത്. അതിനുവേണ്ടിയുള്ള മാർഗമാണ് അനുതാപത്തിൻ്റെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിശുദ്ധ അനുതാപം, ഹോളി റിപ്പൻറ്റൻസിലേക്ക് നമ്മൾ വരുന്നത്. അതിൽ നിന്ന് ഏറ്റുപറയാനുള്ള ഒരു ഒരു അവസ്ഥയിലേക്ക്, അതായത് നമ്മൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പട്ടക്കാരൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ മുമ്പാകെ, ദൈവത്തിൻ്റെ പ്രതിനിധി എന്നുള്ള നിലയിൽ പട്ടക്കാരൻ്റെ മുൻപാകെ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമ്മൾ വിശുദ്ധ കുർബാന അനുഭവിച്ച് അങ്ങനെ പുതുക്കപ്പെടുന്ന ഒരു ജീവിത അനുഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഇത് ഞാനൊരു ഇൻട്രഡക്ഷൻ മാത്രമാണ് നിങ്ങളോട് പറഞ്ഞത്. ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, പാപം എന്ന് പറയുന്നത് എന്താണ്, അനുതാപം എന്ന് പറയുന്നത് എന്താണ്? ഇത് രണ്ടും ഈ കൺഫെഷനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും സ്പിരിച്വൽ ഹീലിങ്ങിനെ കുറിച്ച് പറയുമ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന സിൻ ആസ് ഇൽനെസ്, പട്രിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ്. അപ്പം സിൻ എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മൾ പറയാതെ നമ്മൾ കൺഫെഷനെ കുറിച്ച് പറയാനായിട്ട് ഒക്കത്തില്ല. എന്താണ് സിൻ? അപ്പം സിൻ എന്ന് പറയുന്നത് നമ്മളിവിടെ താഴേക്ക് വായിക്കുമ്പോൾ എനിക്കൊന്ന് ആ ഭാഗം ഞാൻ എഴുതിയിട്ടുണ്ടോ. ഇപ്പം സിൻ എന്ന് പറയുന്നതിനെ കുറിച്ചുള്ള യഥാർത്ഥമായ ഒരു ആശയം ഞാനിവിടെ വായിക്കാം. ഹ്യൂമൻ നേച്ചർ ബികം സിക്ക് ത്രൂ ഇറ്റ്സ് ഫോൾ away from God. The sickness is mainly the captivity and the fall of the noose. അപ്പം മനുഷ്യൻ്റെ സ്വഭാവം, ഹ്യൂമൻ നേച്ചർ, മനുഷ്യൻ്റെ സ്വഭാവം ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അതാണ് പാപം എന്ന് പറയുന്നത്. അപ്പം അത് ഇൽനെസ്സാണ്, രോഗഗ്രസ്തമായിട്ട് തീരുന്നു. അപ്പം ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നു പോകുമ്പോൾ, മനുഷ്യൻ്റെ ആത്മാവ് അകന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ മനുഷ്യൻ അകന്നു, ആത്മാവ് എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ പാർട്ട്, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പാർട്ടല്ല, നമ്മുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഭാഗമായിട്ട് മാത്രമല്ല. ഈ സോൾ എന്ന് പറയുന്നത് നമ്മുടെ മുഴുവൻ വ്യക്തിത്വത്തെ ഉൾക്കൊള്ളുന്നതാണ്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ പറയുന്നുണ്ട്. സോൾ, ബോഡി, സ്പിരിറ്റ് നമ്മൾ മൂന്നായിട്ട് പറയുന്നുണ്ടെങ്കിലും ആ സോൾ എന്ന് ഇവിടെ അർത്ഥമാക്കുന്നത് ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ ഹോൾ പേഴ്സൺ. മനസ്സിലായി? മുഴുവൻ വ്യക്തിത്വത്തെ ഉൾപ്പെടുന്നതാണ്. അപ്പം മനുഷ്യൻ്റെ ആത്മാവ് അല്ലെങ്കിൽ മനുഷ്യൻ്റെ നേച്ചർ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അത് സിക്കായിത്തീരുന്നു, രോഗഗ്രസ്തമായിത്തീരുന്നു. അതുകൊണ്ട് സിൻ ആൻഡ് സിക്നസ് സിൻ ഈസ് not only a violation of certain rules, it's a sickness. മനസ്സിലായി? ഒരു പാപം എന്ന് പറയുന്നത് ചില നിയമങ്ങളുടെ ലംഘനം മാത്രമല്ല. പാപം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രസൻസിൽ നിന്ന് മനുഷ്യാത്മാവ് അകന്നുപോയി അത് രോഗഗ്രസ്തമായി തീരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ രോഗഗ്രസ്തം, സിൻ ആൻഡ് സിക്നസ്, സിൻ ആസ് ഇൽനെസ്, ഈ ഒരാശയം നമ്മൾ പറയാതിരുന്നാൽ ഈ കുമ്പസാരം എന്ന് പറയുന്ന തെറാപ്പിയിലേക്ക് നമുക്ക് വന്നെത്താനായിട്ട് ഒക്കത്തില്ല. ഇത് വളരെ വ്യക്തമായിട്ട്, വളരെ സൂക്ഷ്മമായിട്ട് പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്ന കാര്യമാണ്. നമ്മൾ ചുമ്മാതെ പോയി എന്തെങ്കിലും ഏറ്റു പറഞ്ഞു, അത് അച്ഛനെന്തോ തോന്നും, അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്തോ സാറ്റിസ്ഫാക്ഷനാണ് തോന്നുന്നത്, അപ്പം നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി മാത്രമോ അല്ലെങ്കിൽ അച്ഛനെ പ്രീതിപ്പെടുത്താൻ വേണ്ടി മാത്രമോ നമ്മൾ നടത്തുന്ന ഒരു കർമ്മമല്ല വിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ പ്രസൻസിൽ നിന്നും അതെ, ഹ്യൂമൻ നേച്ചർ ബികം സിക്ക് ത്രൂ ഇറ്റ്സ് ഫോൾ അവേ ഫ്രം ഗോഡ്. കേട്ടോ? ദ സിക്നസ് ഈസ് മെയിൻലി ദ ക്യാപ്റ്റിവിറ്റി ആൻഡ് ദ ഫോൾ ഓഫ് ദ ന്യൂസ്. ന്യൂസ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പിന്നെ പറയാം. എന്താണ് ന്യൂസ് എന്ന് പറയുന്നത്? അത് ആത്മാവിൻ്റെ കണ്ണാണ് ന്യൂസ് എന്ന് പറയുന്നത്, അതിൻ്റെ വീഴ്ചയാണ്. അപ്പം മനുഷ്യൻ, ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇത്രയും ദീർഘമായിട്ട് പറയേണ്ട കാര്യമില്ല, ഇത് നിങ്ങൾക്കറിയാവുന്ന പോലെ സിമ്പിളായിട്ട് പറയാം. ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയി ഇല്ലേ? അപ്പം നമ്മൾ ഇപ്പം ഈ സാധാരണയായിട്ട് നമ്മൾ പറയും, മനുഷ്യന് മനസ്സിലാകാനുള്ള ഭാഷയിലാണ് ദൈവം ഏദൻ തോട്ടം ഉണ്ട്, ഏദൻ തോട്ടം ദൈവം സൃഷ്ടിച്ചിട്ടുണ്ട്, അവിടെ വൃക്ഷങ്ങളുണ്ടായിരുന്നു, ആ വൃക്ഷത്തിൻ്റെ ഫലം മനുഷ്യൻ പറിച്ചു, അത് തിന്നു കഴിഞ്ഞപ്പോൾ ദൈവം അവനെ പുറത്താക്കി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇല്ലേ? അപ്പോൾ ദൈവം അവനെ അവിടെ നാട്ടിക്കളഞ്ഞു. ഇതൊരു
ആലിഗോറിക്കൽ വേ ഓഫ് ഇന്റർപ്രിട്ടേഷൻ. പക്ഷെ അതിൻ്റെ അർത്ഥതലമെന്ന് പറയുന്നത് ആ ഒരു പഴം പറിച്ച് ദൈവം അവനെ പുറത്താക്കി ഉള്ള ആശയം മാത്രമല്ല, ദൈവത്തോടു കൂടിയുള്ള ആ യൂണിയനിൽ നിന്ന്, ദൈവമായുള്ള നിരന്തരമായ സംസർഗത്തിൽ നിന്ന് അവൻ അകന്നുപോയി. അവൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ അകന്നുപോയപ്പോൾ അവനിൽ രോഗവും മരണവും ദ്രവത്വവും വന്നു ചേർന്നു. ഇതാണ് പിതാക്കന്മാർ പറയുന്നത്. സിൻ ക്രിയേറ്റ്സ് സിഗ്നസ്, ഡെത്ത് ആൻഡ് ഡീകേ. മനസ്സിലായോ? ഇതാണ് ഇത് നമ്മുടെ ഫാദേഴ്സ് പറഞ്ഞിരിക്കുന്ന, അവരുടെ ചിന്തയെ പറഞ്ഞിരിക്കില്ല, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ പറയുന്നു. അപ്പം ഹ്യൂമൻ നേച്ചർ ബികം സിക്ക് ത്രൂ ഇറ്റ്സ് ഫോൾ അവേ ഫ്രം ഗോഡ്. അവിടാണ് പാപം. അതുകൊണ്ട് സിന്നെന്ന് പറയുന്നത് നമ്മുടെ പിതാക്കന്മാരുടെ പഠിപ്പിക്കൽ അനുസരിച്ചും നമ്മുടെ പിതാക്കന്മാരുടെ പഠിപ്പിക്കുന്ന പറഞ്ഞ വേദപുസ്തകത്തിൽ നകന്ന പഠിപ്പിക്കലല്ല, വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവവചനത്തിന്റെ സ്ക്രിപ്ചറിന്റെ അടിസ്ഥാനത്തിൽ സിന്നെന്ന് പറയുന്നത് വെറും വയലേഷൻ ഓഫ് ദ ലോ അല്ല, ദൈവമായുള്ള യൂണിയനിൽ നിന്ന്, ദൈവമായുള്ള സംസർഗത്തിൽ നിന്ന് ഹ്യൂമൻ നേച്ചർ അകന്നുപോയി അത് രോഗഗ്രസ്തമായി തീർന്നിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് ഇവിടെ സെന്റ് ജോൺ ക്രിസോസ്റ്റം പറഞ്ഞ് നിങ്ങൾക്ക് കാണാം. ഇവിടെ സെന്റ് ജോൺ ക്രിസോസ്റ്റം പറയുന്നു, ദി ചർച്ച് ഈസ് നോട്ട് എ കോർട്ട് റൂം ബട്ട് എ ഹോസ്പിറ്റൽ, ഡു നോട്ട് അഷെയിം ടു എൻ്റർ, ഷോ യുവർ വൂണ്ട് ടു ദ ഫിസിഷ്യൻ. സിന്നെന്ന് പറയുന്നത് വൂണ്ട്സ് ദ സോളാണ് കേട്ടോ. കൺഫെഷൻ എക്സ്പോസസ് ദ വൂണ്ട്, ടൈസ് ഹീൽസ് ത്രൂ ദ പ്രീസ്റ്റ്. Priest is not a judge but a spiritual physician. സെന്റ് ബേസിൽ പറഞ്ഞ മുമ്പേ വായിച്ചു, ജസ്റ്റ് ആസ് ബോഡ്ലി ഡിസീസസ് റിക്വയർ ട്രീറ്റ്മെന്റ് appropriate to each illness, so too spiritual illnesses require specific remedies like repentance, prayer, fasting and sacrament of grace. ഇവിടെ എല്ലാം ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്കത് നോക്കാം. ഹ്യൂമൻ നേച്ചർ ബിക്കം സിക്ക് ത്രൂ ഇറ്റ് fall from God. The sickness the sickness is the sickness is mainly the captivity and the fall of the news. അതൊരു മെട്രോപൊളിറ്റൻ ഹൈറോത്തിയോസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. The soul lost uncreated grace of God. The news ceased to have a relationship with God and was darkened. It transmitted this darkening and dying to the body. Every sin is the repetition of Adam's sin, and with every sin we undergo the darkening and dying of the fallen soul. It also constitutes the ബാക്കിഭാഗം ഞാൻ കാണുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഇത്രയും ഒരു ഇൻട്രഡക്ഷൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കുക. അതായത് സിൻ എന്ന് പറയുന്നത് ഒരു സിഗ്നസ് ആണ്. അത് നമ്മുടെ ആത്മാവിനെ ഡാർക്കനിങ് ആക്കുന്ന ഒന്നാണ്. ആ ആത്മാവിൻ്റെ ഡാർക്കനിങ് മനുഷ്യന്റെ ശരീരത്തിലേക്ക് വരുന്നുണ്ട്. കാരണം മനുഷ്യനെന്ന് പറയുന്നത് എന്തൊക്കെ ചേർന്നതാണ്? ആത്മാവും ശരീരവും, ആത്മശരീര എന്തോ ആത്മ ശരീര മനസ്സുകൾ, അല്ലെങ്കിൽ ദേഹം ദേഹി ആത്മാവ്. ദേഹം ദേഹി ആത്മാവ്. ഇവിടെ ഈ മത്തായിയുടെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിൽ കർത്താവ് പറയുന്നുണ്ട്, 28-ാമത്തെ വാക്യം, 10-ാം ദേഹിയെ കൊല്ലുവാൻ കഴിയാതെ ദേഹത്തെ കൊല്ലുന്നവരെ ഭയപ്പെടണ്ട, ദേഹിയെയും ദേഹത്തെയും നരകത്തിൽ നശിപ്പിക്കാൻ കഴിയുന്നവനെ തന്നെ ഭയപ്പെടുവീൻ. മനസ്സിലായോ? അപ്പം ഈ മനുഷ്യന്റെ ആത്മാവ്, ദേഹവും ദേഹിയും ആത്മാവും, അപ്പൊ ഇതിനെ ഒന്നിച്ചാണ്. മനസ്സിലായത്? അത് 3 അവസ്ഥകളാണ്. അതിനെ കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാമെങ്കിൽ പോലും അത് 3 അവസ്ഥകളായിട്ടാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ആ ഹോൾ പേഴ്സണാലിറ്റിയിൽ ഉൾപ്പെട്ടതാണ് മനുഷ്യന്റെ ആത്മാവും ശരീരവും മനസ്സും. അപ്പോൾ ആത്മാവിന് കേടുവന്നാൽ അത് ശരീരത്തിന് കേടാകും, മനസ്സിന് കേടാകും. ഇത് അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അപ്പോൾ മനുഷ്യന്റെ ഒരു ഓവറോൾ ഹെൽത്ത് എന്ന് പറയുന്നത് ആത്മ ശരീര മനസ്സുകൾ ദൈവത്തിൻ്റെ മന്ദിരമായി നിലനിൽക്കണം. അവിടെയാണ് നമുക്ക്
ഈ സാക്രമെന്റിനും അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് ആയിട്ടുള്ള അപ്രോച്ചും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കൊരു ഇൻട്രഡക്ഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. നമ്മുടെ രോഗാവസ്ഥ, പാപം എന്ന് പറയുന്നത് രോഗമാണ്. നമ്മൾ കുർബാനയിൽ നമ്മൾ പാടാറുണ്ടല്ലോ, ഈ ചില പള്ളികളിലൊക്കെ പാടുന്നുണ്ട്, രോഗവും പാപവും ഇല്ലേ എന്ന് ചേർത്ത് നമ്മൾ പാട്ട് ചിലപ്പോൾ കൈമുത്തുന്ന സമയത്ത് ഞാൻ ആ പാട്ട് പെട്ടെന്ന് മറന്നുപോയി. പാപവും രോഗവും എല്ലാ നമ്മുടെ ഗീതങ്ങളിലും ആരാധനകളിലും ഒക്കെ അങ്ങനെ പറയുന്നത്. രോഗഗ്രസ്തമാണ്. പാപം എന്ന് പറയുന്നത് ഒരു വയലേഷൻ മാത്രമല്ല, അത് രോഗഗ്രസ്തമായ ഒരവസ്ഥയാണ്. അപ്പം ഏദൻ തോട്ടത്തിൽ പഴം പറിക്കരുതെന്ന് പറഞ്ഞു, അത് പറിച്ചു. ദൈവത്തിൻ്റെ കൽപ്പനയെ ലംഘിച്ചു. അത് ഒരു ലീഗലിസ്റ്റിക് കോൺസെപ്റ്റാണ് വയലേഷൻ എന്ന് പറയും. ആ വയലേഷൻ എന്ന് പറയുന്നത്, ആ ലീഗലിസ്റ്റിക് ആയിട്ട് മനുഷ്യൻ അത് ചെയ്തു, ശരി തന്നെ. പക്ഷേ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹലോ, അപ്പം മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോകുമ്പോൾ അവൻ രോഗഗ്രസ്തനാകുന്നു. അവൻ്റെ ആത്മാവ് ഡാർക്കനാകുന്നു. ആ ആത്മാവിൻ്റെ ആ ഡാർക്ക്നെസ് അവൻ്റെ ശരീരത്തിലേക്ക് വരുന്നു, അവൻ്റെ മനസ്സിലേക്ക് വരുന്നു. അവൻ രോഗഗ്രസ്തനായി തീരുന്നു. അതുകൊണ്ട് he has to go back. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തിരിച്ചു ചെന്ന് അവൻ അനുതപിച്ച് രൂപാന്തരം പ്രാപിച്ച് സൗഖ്യം നേടുന്ന ഒരു അവസ്ഥയാണ് നമുക്കുണ്ടാകേണ്ടത്. ഇതാണ് ഒരു സ്പിരിച്വൽ ഹീലിങ്ങും കൺഫെഷനും തമ്മിൽ നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനിയും നമുക്ക് ദീർഘമായിട്ട് പറയാനായിട്ട് സമയമില്ല, കാരണം ഇത് ഒരു ദീർഘമായ ഒരു സബ്ജക്റ്റാണ്. പക്ഷേ ഇനിയും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കൺഫെഷൻ, കൺഫെഷനിലേക്ക് എങ്ങനെയാണ് വരുന്നത്. ഇപ്പം നമുക്ക് മുമ്പേ റോമാലേഖനല്ലേ നമ്മൾ വായിച്ചേ, അല്ലെ പൗലോസ്ലീഹയുടെ യാക്കോബൻ ലേഖനത്തിൽ. ഇപ്പം യാക്കോബൻ ലേഖനത്തിൽ പറഞ്ഞു, ഒരു അന്യോന്യം പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഒരുവന് വേണ്ടി ഒരുവൻ പ്രാർത്ഥിപ്പീൻ. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ട് ചോദിച്ചാൽ, ഞങ്ങൾ പാപങ്ങളെ ഏറ്റു പറഞ്ഞാൽ പോരായോ? മതി. അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. സ്പിരിച്വൽ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു കാലഘട്ടം. അതായത് ഈ ഒരു ഇടവകയിൽ അല്ലെങ്കിൽ ഒരു സഭയിൽ അവരവരുടെ ആത്മീയ മാർഗദർശികളെ അവരവർ തെരഞ്ഞെടുത്തിരുന്ന ഒരു കാലം ഉണ്ടാകും. നമുക്ക് ഞാനൊരു പുരാതന സഭയെ കുറിച്ച് പറയും. നമ്മുടെ ഈ ഒരു സഭയിലെ, നമ്മുടെ ഓർത്തഡോക്സ് സഭയിൽ, നമ്മുടെ സഭയുടെ, ഇന്ത്യൻ സഭയുടെ ഒരു ആരംഭകാലത്ത് പുരാതനമായ സഭയുടെ പാരമ്പര്യത്തിൽ സ്പിരിച്വൽ ഡയറക്ഷൻ എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അവരവരുടെ സ്പിരിച്വൽ ഫാദേഴ്സിനെ അല്ലെ അവരുടെ കൺഫസറെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടെ നിന്നോ കണ്ടുപിടിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പം ചില ആശ്രമങ്ങളിലാണ്, മരുഭൂമിയിലായിരിക്കും. അപ്പോൾ അവരുടെ സ്പിരിച്വൽ ഫാദറിനെ കാണാൻ അവിടെ പോകും. അവിടെ അവർ കൺഫെഷൻ ചെയ്യും, അവരുടെ പ്രശ്നങ്ങളൊക്കെ പറയും. അത് ചിലപ്പോൾ അവർ അതിന് മറുപടി പറയും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ ഒരു സിസ്റ്റം പുരാതനമായ സഭയുടെ പാരമ്പര്യത്തിലുണ്ട്. നിങ്ങൾ അച്ഛൻ, you are muted. അച്ഛൻ, you are still muted. Candy is unmuted, that's why it's making. ഓക്കെ, കേൾക്കാവോ ഇപ്പം? കേക്കാം. ഓക്കെ, നിങ്ങൾ എവിടെ വരെ കേട്ടോന്ന് എനിക്കറിയത്തില്ല. അപ്പൊ അവർ സ്പിരിച്വൽ ഡയറക്ഷനെ കുറിച്ച് ഞാൻ പറഞ്ഞു കേട്ടായിരുന്നു. ഓക്കെ, സ്പിരിച്വൽ ഡയറക്ഷൻ എന്ന് പറയുന്നത് ആത്മീയമായ മാർഗദർശനം. ഈ ആത്മീയ മാർഗദർശനം നമ്മുടെ ആദിമ സഭയിൽ വളരെ ശക്തമായിട്ട് നിലനിന്നിരുന്നു. ജനങ്ങൾ അവരുടെ സ്പിരിച്വൽ ഫാദേഴ്സിനെയോ മദേഴ്സിനെയോ ഒക്കെ കണ്ടുപിടിച്ച് അവരുടെ പ്രശ്നങ്ങൾ പറയുക, അവർക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക. ആ ഒരു രീതി യാക്കോബ് ശ്ലീഹ പറയുന്നത് ആ കാലഘട്ടത്തിൽ നടന്നിരുന്ന രീതിയാണ്.
അപ്പം അന്ന് ഇന്ന് നമ്മൾ കാണുന്ന പോലെ വ്യവസ്ഥാപിതമായ ഒരു കൺഫെഷനൊന്നും ഇല്ല പള്ളിയിൽ. പറഞ്ഞാൽ മനസ്സിലായോ? ഇപ്പം ഇന്നൊരു ഒരു പള്ളിക്ക് ഒരു വികാരി, ആ വികാരിയുടെ അടുക്കൽ നിങ്ങൾ പോവുക, അവിടെ കൺഫെഷൻ ചെയ്യുക, അങ്ങനെ ഒരു രീതികളൊക്കെ പിൽക്കാലത്ത് എന്ന് പറഞ്ഞാൽ സഭ കുറച്ചുകൂടെ ഓർഗനൈസ്ഡ് ആയി, ഭദ്രാസനങ്ങളായി, മെത്രാപ്പൊലിത്തന്മാരായി, ഇടവകളായി, അവിടെ വികാരിമാരായി, അങ്ങനെയുള്ള ഒരു പാരമ്പര്യത്തിൽ ഒരു രീതികൾ ഡെവലപ്പ് ചെയ്തപ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന, അതായത് ഞങ്ങളുടെ വികാരിയച്ഛനടുക്കെ പോയി കൺഫെഷൻ ചെയ്യണമെന്നുള്ള ഒരു മാതൃക ഉണ്ടാകുന്നത്. മനസ്സിലായോ? അങ്ങനെ ആദ്യകാലത്ത് അങ്ങനെ അല്ലായിരുന്നു. ആദ്യകാലത്ത് ആളുകൾ അവരവരുടെ, അന്ന് അച്ഛന്മാർ വൈദികർ തന്നെ വളരെ അപൂർവമാണ്. അവരെ ആരാധനകൾ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും പള്ളികളിൽ ആരാധനയില്ല. അങ്ങനെ ഒരു കാലം സഭയുടെ ആരംഭകാലം യാക്കോബ് ശ്ലീഹ ലേഖനം എഴുതിയ കാലത്ത് പോലും. സോ ദ ട്രഡീഷൻ വാസ് ദയർ. മനസ്സിലായോ? അന്യോന്യം പാപങ്ങൾ ഏറ്റുപറയുകയും പരസ്പരം പ്രാർത്ഥിക്കുകയും പാപങ്ങൾ ക്ഷമ ലഭിക്കുകയും ചെയ്തിരുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. ഇന്ന് കുറച്ചുകൂടെ വ്യവസ്ഥാപിതമായ രീതിയിൽ അതിനകത്ത് പ്രശ്നങ്ങൾ സംഭവിച്ചെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഈ പരസ്യമായിട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞതിൽ നിന്ന്, പറയുന്ന രീതിയിൽ നിന്ന് രഹസ്യമായിട്ട് ഒരു ഇൻഡിവിജ്വൽ കൺഫെഷൻ സഭയിൽ ഡെവലപ്പ് ചെയ്യാൻ കാരണം അതിന് ഒരു പക്ഷേ കുറേ മിസ്യൂസ് ഉണ്ടായി കാണണം. കാരണം പബ്ലിക്കായിട്ട് ഒരാളിൻ്റെ തെറ്റുകളെ വിളിച്ചു പറയുമ്പോൾ അതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ, അങ്ങനെ ചില പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നിരിക്കണം, ആദ്യം സഭയിൽ ഉണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് അത് കുറച്ചുകൂടെ വ്യവസ്ഥാപിതമായ ഒരു ഓർഗനൈസ്ഡ് രീതിയായിട്ട് ഒരു കുമ്പസാരം എന്നുള്ള നിലയിൽ സഭയിൽ ഉണ്ടാകുകയും പട്ടക്കാരൻ്റെ അടുക്കൽ വന്ന് ഇടവകയ്ക്ക് ഒരു പള്ളിക്ക് ഒരു അച്ഛൻ അല്ലെങ്കിൽ രണ്ട് അച്ഛന്മാർ, അങ്ങനെയുള്ള സിസ്റ്റം നമ്മൾ സഭയിൽ ഡെവലപ്പ് ചെയ്തപ്പോൾ അത് സാക്രമെൻ്റ് ഓഫ് കൺഫെഷൻ അതിന് കുറച്ചുകൂടെ ഒരു വ്യവസ്ഥാപിതമായ രീതിയിൽ ഉണ്ടായി എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. പക്ഷേ ഇവിടെ നമ്മൾ മുമ്പേ വായിച്ചതുപോലെ ആദിമസഭയിൽ പരസ്പരം ആളുകൾ അന്യോന്യം അവരുടെ പാപങ്ങളെ പറയുകയും പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു രീതി, അതിൻ്റെ റൂട്ട് അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള ഒരു സത്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. സ്പിരിച്വൽ ഡയറക്ഷൻ എന്നുള്ള ആശയം നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഈ കുമ്പസാരത്തിൻ്റെ മറ്റ് ചില അതിൻ്റെ തിയോളജിക്കലായിട്ടുള്ള, സ്പിരിച്വലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ചിന്തയിലേക്ക് നമ്മൾ കടന്നു വരുവാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇതൊരു തെറാപ്യൂട്ടിക് കമ്പോണൻ്റ് ആണ് സഭയുടെ എന്ന് പറഞ്ഞ. തെറാപ്പി എന്ന് പറയുന്നത് സൗഖ്യദാനമാണ്. എല്ലാ കൂദാശകളെയും പോലെ തന്നെ അതിലുപരിയായി ഒരു ഹീലിംഗ് ആണ് കൺഫെഷനിൽ കൂടെ നമുക്ക് ലഭിക്കുന്നത്. ആ ഹീലിംഗ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും ഹീലിംഗ് ആണ്. മനസ്സിലായോ? കാരണം മനുഷ്യൻ എന്ന് പറയുന്നത് ആത്മ ശരീര മനസ്സുകളുടെ സംയോഗമാണ്. അപ്പം ആ ഒരു സംയോഗമായിട്ടുള്ള മനുഷ്യനിൽ അവൻ്റെ ആത്മാവ് രോഗഗ്രസ്തമാകുമ്പോൾ അവൻ്റെ ശരീരവും ഡാർക്കൻഡ് ആവും, അവൻ്റെ മനസ്സും ഡാർക്കൻഡ് ആവും. അപ്പോൾ പാപമെന്ന് പറയുന്നത് അത്രമാത്രം തീവ്രമായ ഒരു രോഗാവസ്ഥയാണ്. ആ രോഗാവസ്ഥ നമ്മളുടെ മുഴുവൻ വ്യക്തിത്വത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ശുദ്ധീകരണം അല്ലെങ്കിൽ അതിൻ്റെ അനുതാപത്തോടുകൂടി നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയുകയും ഏറ്റുപറയുകയും ഉപേക്ഷിക്കുകയും പുതിയ തീരുമാനങ്ങൾ എടുക്കുകയും, അതൊക്കെ അതിൻ്റെ ചില ഡിഫറൻറ്റ് സ്റ്റെപ്സാണ് കൺഫെഷൻ്റെ. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായ ചിന്ത ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ കൺഫെഷൻ്റെ സെൻട്രാലിറ്റി എന്ന് പറയുന്നത്, അതിൻ്റെ തീം എന്ന് പറയുന്നത് സിൻ ആൻഡ് റിപ്പൻറ്റൻസ് ആണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ പാപവും അനുതാപവും ആണ് അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്. സിൻ എന്ന് പറയുന്നത് സിഗ്നസ് ആണ്. അത് വയലേഷൻ ഓഫ് ദ ലോ അല്ല, അത് സിഗ്നസ് ആണ്, രോഗാവസ്ഥയാണ്. സഭയെന്ന് പറയുന്നത്, അല്ല ഇടവക ചർച്ച് എന്ന് പറയുന്നത് ഒരു കോർട്ട് റൂം അല്ല, ഒരു ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് ഡു നോട്ട് അഷെയിം ടു എൻ്റർ, ഷോ യുവർ വോൺസ് ടു ദ ഫിസിഷ്യൻ. അപ്പോൾ ഇതാണ്. അപ്പോൾ തന്നെ അതുപോലെ തന്നെ സെൻറ്റ് ബേസിൽ പറഞ്ഞ കൊട്ടേഷനും നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. ദൈവത്തിൻ്റെ അൺക്രിയേറ്റഡ് ആയിട്ടുള്ള ഗ്രേസ് നമ്മിലേക്ക് വന്ന് നമുക്ക് പാപമോചനം ലഭിക്കുകയാണ്. ഇപ്പോഴവിടെ ഒരു കാര്യം കൂടെ ഇതിനോടനുബന്ധമായിട്ട് നമുക്ക് ചിന്തിക്കാനുള്ളത്, സോ ഒരു പട്ടക്കാരൻ സൗഖ്യം തരിക അല്ലെങ്കിൽ പാപമോചനം തരിക എന്ന് പറയുന്നത് ഈസ് നോട്ട് ഗിവിങ് എനിത്തിങ് ഫ്രം ഹിസ് ഓൺ, അവൻ്റേതായിട്ടല്ല. ഒരു പട്ടക്കാരൻ അധികാരപ്പെട്ട ആളാണ്. പാപക്ഷമം നൽകാനായിട്ട് ഈ നമ്മൾ വായിച്ച കെട്ടുവാനും അഴിക്കുവാനുള്ള അധികാരം സഭയുടെ പാരമ്പര്യത്തിൽ, സഭയുടെ വിശ്വാസത്തിൽ അത് പരമ്പരാഗതമായിട്ട് തുടർന്നു വരുന്നതായിട്ടുള്ള ആ പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിൽ കീഴിലാണ്, ആ അധികാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞതെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്? പട്ടക്കാരൻ തലയിൽ കൈവച്ച് അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അല്ലേ? പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റുഹായുടെയും നാമത്തിൽ നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടട്ടെ എന്നാണ്. അല്ല പട്ടക്കാരൻ്റെ ഒരു
ഒരു വ്യക്തി കേന്ദ്രീകൃതമായ വിശുദ്ധിയിൽ നിന്നോ അധികാരത്തിൽ നിന്നോ അല്ല തരുന്നത്. സോ ഹീസ് പ്രേയിങ് ഫോർ യു, ടച്ചിങ് യുവർ ഫോർ ഹെഡ് ആൻഡ് പ്രേയിങ് ഫോർ യു, ഇല്ലേ? അതാണ് നടക്കുന്നത്. ആ ഒരു കൈവപ്പിൻ്റെ ആ ഒരു അധികാര ഒരു ഗ്രേസോട് കൂടിയാണ് ആ പാപപരിഹാരം നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കാനായിട്ട് സാധിക്കണം. സ്പിരിച്വൽ ഡയറക്ഷനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് അടുത്ത ആഴ്ച നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ പറയുകയും 2 ആഴ്ച മാത്രമേ ഇത് നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ വല്ലതും ഉണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ഇപ്പം ഇന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എന്തെങ്കിലും ആശയങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷിനിയോട് അല്ലെങ്കിൽ അച്ഛനോ ആരോട് അത് എഴുതി ചോദിച്ചാൽ മതിയോ. അടുത്ത ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ്. ഇന്ന് നമുക്കിവിടെ ഇത്രയും കാര്യങ്ങൾ നിർത്താം. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കട്ടെ. ആരെങ്കിലും ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നുണ്ടോ? എനിബഡി ഹാസ് എനി ക്വസ്റ്റ്യൻസ്? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ചോദിക്കാം. ഓക്കെ. രണ്ടു മൂന്ന് പേര് അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദിക്കാം. ക്വസ്റ്റ്യൻസ് ഒന്നും ഇല്ലെന്നാ തോന്നുന്നു. അച്ഛാ, ഒരു ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മുടെ ഇതിന്റെ അടിസ്ഥാന വാക്യം മത്തായി ശ്ലീഹ എഴുതിയ ലേഖനം 18:18 ആണോ? അച്ഛൻ കേട്ടോന്നറിയില്ല. മത്തായിയുടെ സുവിശേഷം 18:18 ആണോ അടിസ്ഥാന വാക്യം കുമ്പസാരത്തിന്റെ? ഷീന, കേട്ടാവോ? കേക്കാം. അച്ഛൻ എന്തിയേ? അച്ഛൻ ലോകട്ടായോ? അച്ഛൻ പറഞ്ഞു ഷീനായുടെ ക്വസ്റ്റ്യൻ കൊടുക്കണം, അടുത്ത പ്രാവശ്യം ഡിസ്കസ് ചെയ്യാവുന്ന. ഓക്കെ. എനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്തേക്കാവോ നിങ്ങളുടെ ക്വസ്റ്റ്യൻസ്? അപ്പൊ ഞാൻ അച്ഛനോട് അതെല്ലാം ഫോർവേഡ് ചെയ്തേക്കാം. അതുപോലെ ഷീന, ക്ലാസ് തുടങ്ങുമ്പോഴേ സ്ലൈഡ് കാണത്തക്ക വിധത്തിലുള്ള അടുത്ത ക്ലാസ്സിൽ ചെയ്യാമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. കാരണം ഇന്ന് സ്ലൈഡ് അടുത്ത ക്ലാസ്സിൽ ഷുവർ ആയിട്ട് എല്ലാം റെഡിയാക്കി വെക്കാം. പിന്നെ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അയച്ചു തരാവുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. പക്ഷെ ഇതിനകത്ത് അച്ഛൻ അത് എഴുതിയിട്ടില്ല അല്ലേ? എന്താ അടിസ്ഥാന വാക്യം ഇല്ലെന്നാ തോന്നുന്നു. നമുക്കൊന്ന് റിഫർ ചെയ്തിട്ട് ഞാനിത് എല്ലാവർക്കും അയച്ചു തരാം. അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതെനിക്കൊന്ന് ടെക്സ്റ്റ് ചെയ്താൽ മതി. അച്ഛൻ അയച്ചു കൊടുക്കാം. ഐ തിങ്ക് ദിസ് ഈസ് നോട്ട് കംപ്ലീറ്റ്. പകുതിയോ ഉള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞ, ബാക്കി കാണാൻ വയ്യെന്ന് പറഞ്ഞു. ഓക്കെ, എന്റെ കയ്യിൽ അത് ഫുൾ ഉണ്ട്. ഞാൻ നിങ്ങളുടെ യൂണിറ്റ് സെക്രട്ടറിക്ക് അയച്ചു കൊടുക്കാം. അവർ ഫോർവേഡ് ചെയ്തോളൂ. Okay. See you all then. Thank you, Sheena. See you all. Bye.